ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ 2023 ഫസ്റ്റത്തെ ഇഫ്താർ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഷവർമ കട്ട്ലേറ്റ് റെസിപ്പി കേട്ടോ. സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെയല്ല ഈ ഷവർമ കട്ട്ലേറ്റ്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഷവർമയുടെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലോട്ട് 2 അല്ലി വെളുത്തുള്ളി, ചെറിയ ജീരകം, വലിയ ജീരകം 1/4 ടീസ്പൂൺ എടുക്കുക. പിന്നെ 2 ഏലയ്ക്ക, 2 ഗ്രാമ്പു, 2 പട്ട, 2 ചെറിയ കഷ്ണമായിട്ടല്ലാതും, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു നുള്ളു ഉപ്പ്, എല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഹോൾ സ്പൈസസിന് പകരം നിങ്ങൾക്ക് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പക്ഷേ 2 ഏലയ്ക്ക പട്ടയും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. പിന്നെ അത് ചിക്കനിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഞാൻ ചെറിയൊരു പീസ് എല്ലില്ലാത്ത ഇറച്ചി പീസാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മാത്രം മതി കേട്ടോ ചിക്കൻ ഇതിലോട്ട്. പിന്നെ അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്കിതിലോട്ട് 2 വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടാണ്, തൊലിയോട് കൂടി കഷ്ണങ്ങളാക്കിയിട്ടാണ് പുഴുങ്ങിയെടുത്തത്. ഉപ്പ് ചേർത്തിട്ട് പുഴുങ്ങിയെടുത്തു. എന്നിട്ട് അതിൻ്റെ വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തോട് കൂടിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കട്ട്ലേറ്റോ അല്ലെങ്കിൽ അത് വെച്ചിട്ടുണ്ടാക്കുന്ന ഏത് റെസിപ്പി ആണെങ്കിലും അത് ശരിയായി കിട്ടില്ല. അപ്പോൾ വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം തൊലി കളയാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ 2 ടീസ്പൂണോളം കോൺഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉരുളക്കിഴങ്ങ് ഒന്ന് എന്താ പറയുക സ്റ്റിഫായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉരുളക്കിഴങ്ങിൽ നമ്മൾ കോൺഫ്ലോർ ചേർക്കാണ്ട് ഏത് റെസിപ്പി ഉണ്ടാക്കിയാലും അത് ഒന്നെങ്കിൽ നമ്മൾ എണ്ണയിൽ ഒരുപാട് എണ്ണ വലിച്ചെടുക്കും, അല്ലെങ്കിൽ അത് നന്നായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് പൊടിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു മാവ് പരുവത്തിലാക്കി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഷവർമയുടെ ആ ഒരു സോസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മയോണൈസ് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ തൈരും 2 അല്ലി വെളുത്തുള്ളിയും കൂടി നല്ലോണം പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഷവർമയുടെ വൈറ്റ് സോസ് എന്നുള്ളത്. അപ്പം നമുക്ക് ഈ മസാല, ഈ ഫില്ലിങ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്താൽ മതി. അത് ചേർത്തിട്ട് പാന് ചൂടാക്കുക. പാന് ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലല്ല, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മളിപ്പോൾ ചിക്കന് നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്, അതുകൊണ്ട് തന്നെ ചിക്കന് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ചിക്കന് വെള്ളം ഊറി വരും കേട്ടോ. ഇനി ഇതിലോട്ട് ക്യാബേജ് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാട്ടോ അതൊക്കെ. പിന്നെ ക്യാപ്സിക്കം ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ, യെല്ലോ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തക്കാളി അതും ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ, അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സീഡൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ, ആ തൊലി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് ഈ ചിക്കനിലിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ഞാൻ ഓരോന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ നോമ്പ് നോട്ടിട്ട് ഇതുപോലെ ഇഫ്താർ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ എവിടെയെങ്കിലും ഒന്ന് പാളി പോയിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോപ്പായാൽ പിന്നെ ആകെ ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ വെന്ത ശേഷമാണ് കേട്ടോ നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ചേർത്തത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ശേഷം നമുക്ക് ഈ വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്ന് ചെറുതായിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി, വല്ലാണ്ട് അങ്ങോട്ട് കുക്കാക്കിയിട്ടൊന്നും വേണ്ട. എന്നിട്ട് ഈ വൈറ്റ് സോസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കുക കേട്ടോ, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്നാണ്ട് കുക്കായിക്കോട്ടെ കേട്ടോ, നമ്മൾ കട്ട്ലറ്റിൻ്റെ അകത്തല്ലേ ഫില്ലിങ് വെക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ബാക്കി ഉണ്ടായിരുന്നു നമ്മുടെ വൈറ്റ് സോസ്, അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഷവർമയുടെ ആ ഒരു ഫില്ലിങ്, ആ ഒരു ചിക്കൻ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മിക്സിലോട്ട് 2 മുട്ട ധാരാളം കേട്ടോ. നമുക്കൊരു 8-9 കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം, വലിയ കട്ട്ലേറ്റ് കേട്ടോ. ഈ മുട്ടയുടെ മിക്സിലോട്ട് ഞാൻ കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പും ചേർത്തിട്ടുണ്ട്, കുറച്ച് മാത്രം മതി. പിന്നെ ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ ബ്രെഡ് പൊടിച്ചെടുത്തതാണിത്. ഇനി കയ്യിൽ കുറച്ചൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിന് ചെറിയൊരു ബോൾ എടുക്കാം. സാധാരണ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഈ ഒരു മിക്സിലോട്ട് ചേർത്ത് കൊടുക്കല്ലേ, ഇതിപ്പോൾ നമ്മൾ നേരെ തിരിച്ചാട്ടോ. കാരണം നമ്മൾ ഷവർമ കഴിക്കുമ്പം ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് നല്ലോണം തിന്നായിട്ട് കൈയിൻ്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ചിട്ട് ഇത് പൊട്ടാണ്ട് ഇതുപോലെ നന്നായിട്ടൊരു ബോളാക്കി എടുക്കുക. ഉരുളക്കിഴങ്ങ് നല്ല തിന്നാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഭയങ്കര തിക്കാക്കിയിട്ട് എടുക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ തിന്നാക്കി എടുക്കുക, വല്ലാണ്ട് തിന്നാക്കും വേണ്ട കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് മാത്രം ഫില്ലിങ് വെച്ചാൽ മതി. ഞാൻ പിന്നെ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് വലിയ കട്ട്ലറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ചെറിയ കട്ട്ലറ്റ് ആണെങ്കിൽ കാണാൻ കുറച്ചുകൂടെ മൊഞ്ചായിരിക്കും. ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഒരുപാട് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ.
ഇതിപ്പോൾ ഒരു 8-9 കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള മാവുണ്ട് കേട്ടോ, നമ്മുടെ ഈ മിക്സിങ് ഫില്ലിങ്ങും മാവും കൂടി. എന്നിട്ട് നമ്മളിതുപോലെ ഒന്നിങ്ങനെ പരത്തിയെടുത്ത ശേഷം കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുത്ത ശേഷം ആദ്യം ഈ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കുക, അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. അപ്പോൾ ഞാനിതൊക്കെ കൈകൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ കാണുമ്പോൾ ഒന്ന് വൃത്തിയിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇത് ഈ ഫോർക്കൊക്കെ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫോർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൈകൊണ്ട് ചെയ്യുക. ഫോർക്കാകുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ വീണ്ടും ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ട് പരത്തിയെടുക്കുക ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മിക്സ്. എന്നിട്ട് അകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കുക. പതുക്കെ വേണം ഒന്ന് ഫ്ലാറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, ആ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട്. സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ആ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. പിന്നെ പലർക്കും ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട്ലറ്റ് എപ്പോഴും പൊട്ടി പോകുന്നു, എണ്ണയിലിട്ടിട്ടുണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോകുന്നു, സോഫ്റ്റ് ആവുന്നു എന്നൊക്കെയാണ്. അപ്പം നമ്മൾ ഡബിൾ കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാട്ടോ. ഇനിയിപ്പം കൂടുതലും ഡബിൾ കോട്ടിങ് എന്ന് പറഞ്ഞാൽ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി പിന്നെ വീണ്ടും ഒന്നുകൂടെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഇനി അങ്ങനെ അല്ലാണ്ട് വേറൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. നമ്മൾ ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ മുട്ടയിൽ മുക്കുന്നതിന് മുമ്പ് ആദ്യം കോൺഫ്ലവറിൻ്റെ ഒരു പൊടി ഒരു പ്ലേറ്റിലെടുത്ത ശേഷം ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നുകൂടെ സ്റ്റിഫ്നെസ് കിട്ടും. എന്നിട്ട് നമ്മൾ മുട്ടയിൽ മുക്കി ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കട്ട്ലറ്റ് ഒട്ടും തന്നെ പൊടിഞ്ഞു പോവില്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഒരെണ്ണം മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലാതും നമ്മൾ നോർമലായിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ നമ്മൾ ആക്കി വെച്ച ശേഷം ഞാനിപ്പം 5 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കി വൈകിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം നോമ്പൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ 5 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കി മാവൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിപ്പം അരമണിക്കൂർ ഞാൻ അങ്ങനെ സെറ്റാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. കൂടുതൽ നേരം ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ പൊടിഞ്ഞു പോവുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ ഷാലോ ഫ്രൈ ചെയ്യാൻ നിൽക്കരുത്. ഇതുപോലെ മൊത്തത്തിൽ മുങ്ങിയില്ലെങ്കിലും ഇതുപോലെ പാനിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക, അത്യാവശ്യം എണ്ണയിൽ കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ വലിച്ചെടുക്കുകയും ചെയ്യും, പിന്നെ നമ്മുടെ കട്ട്ലറ്റിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയ ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എണ്ണയുടെ ചൂട് നിർബന്ധം കേട്ടോ. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കരുത്. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞു പോവാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റ്, ഏത് തരം കട്ട്ലറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങ് ചേർക്കുകയാണെങ്കിൽ ഇത് നിർബന്ധമാണ്. അപ്പോൾ ഞാനൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ 2 വട്ടം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. അതായത് ഒരുപാട് തവണ ഒന്നും തിരിച്ചു മറിച്ചൊന്നും കുക്ക് ചെയ്തെടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ കട്ട്ലറ്റിൻ്റെ സൈസ് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ കട്ട്ലറ്റ് ഉണ്ടാക്കുക, ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ ഷവർമ കട്ട്ലറ്റ് ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കട്ട്ലറ്റ് നമ്മൾ സാധാ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, ഇത് നമ്മുടെ ഷവർമയുടെ ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. കാരണം ഫില്ലിങ് അതാണല്ലോ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കോട്ടിംഗ് ആയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഷവർമ കഴിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് ഈ ഒരു കട്ട്ലറ്റിന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇഫ്താറിന് സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇതാ ഇങ്ങനെ ഇരിക്കും. നമ്മുടെ കട്ട്ലറ്റിൻ്റെ ആ ഒരു ടെക്സ്ചർ ഇതാ ഇതുപോലെ ഇരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. നമ്മൾ ഉണ്ടാക്കിയ പാട് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യേണ്ട, ഒരു അരമണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ച ശേഷം വേണം മിനിമം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇഫ്താർ സ്നാക്ക് ഷവർമ കട്ട്ലറ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.